അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ഒന്നാമത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ ദുആ നമുക്ക് നോക്കാം. അദ്ഉക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി. അദ്ഉക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി വർഹം അബി ഉമ്മി വഹ്ഫദ്ഹുമാ റബ്ബി وفق لي أستاذي تيسير أبوابي يا ربي جملني بلساني العربي أرجوك يا ربي തഖ്വാക ഫീ ഖൽബി. ഇതാണ് ആ ദുആ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ ഒന്നാം പാഠം അദ്ദർസുൽ അവ്വൽ ഹാദാ ഖലമി. ഇവിടെ നമ്മൾ ഹാദാ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഹാദാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് എന്നതാണ് അർത്ഥം. ഹാദാ ഇത്, ഹാദാ ഖലമി ഇത് എൻ്റെ പേന, ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ ഭാഗത്തിലുള്ള ചില പഠിക്കാനുള്ള ഭാഗം നോക്കാം. അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന്തി ഉഖ്തി നീ എൻ്റെ സഹോദരിയാണ്, നീ എൻ്റെ സഹോദരിയാണ്. അന ദാരിസത്തുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ്. അന ദാരിസത്തുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ്. അന്ത അഖി നീ എൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരനാണ്. അടുത്ത ഭാഗം നോക്കാം. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. അൽ ഖലമു ഫിൽ ജൈബി പേന പോക്കറ്റിലാണ്, പേന പോക്കറ്റിലാണ്. ഹാദിഹി ഹിർറത്തുൻ ഇത് പൂച്ചയാണ്. ഹാദിഹി ഹിർറത്തുൻ ഇത് പൂച്ചയാണ്. അൽ ഹിർറത്തു അല ഷജറത്തി പൂച്ച മരത്തിൻ മേലിലാണ്, പൂച്ച മരത്തിൻ മേലിലാണ്. അടുത്ത് നോക്കാം. മൻ ഹാദ ഇത് ആരാണ്. മൻ ഹാദ ഇത് ആരാണ്. മൻ ഹാദിഹി ഇത് ആരാണ്. ഹാദ എന്നത് പുരുഷനും ഹാദിഹി എന്നത് സ്ത്രീക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അർത്ഥം ഒന്ന് തന്നെയാണ്. മൻ ഹാദ ഇത് ആരാണ്, മൻ ഹാദിഹി ഇത് ആരാണ്. മൻ ഹാദ ഇതാരാണ്. ഹാദ അബി ഇത് എൻ്റെ പിതാവാണ്. ഹാദ അബി ഇതെൻ്റെ പിതാവാണ്. മൻ ഹാദിഹി ഇതാരാണ്. ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ്, ഇത് എൻ്റെ ഉമ്മയാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. മാ ദാലിക അതെന്താണ്. മാ ദാലിക അതെന്താണ്. ദാലിക ദീക്കുൻ അത് പൂവൻ കോഴിയാണ്. ദാലിക ദീക്കുൻ അത് പൂവൻ കോഴിയാണ്. മാ തിൽക്ക അതെന്താണ്. മാ തിൽക്ക അതെന്താണ്. തിൽക ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. തിൽക ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. അടുത്ത് നോക്കാം. ഐനൽ ഹഖീബത്തു ബാഗ് എവിടെയാണ്. ഐനൽ ഹഖീബത്തു
ബാഗ് എവിടെയാണ്? അൽ ഹഖീബത്തു അല ത്വാവിലത്തി, ബാഗ് മേശയുടെ മേലിലാണ്. അൽ ഹഖീബത്തു അല ത്വാവിലത്തി, ബാഗ് മേശയുടെ മേലിലാണ്. ഐനൽ കിതാബ്, പുസ്തകം എവിടെയാണ്? ഐനൽ കിതാബ്, പുസ്തകം എവിടെയാണ്? അൽ കിതാബു ഫിൽ ഹഖീബത്തി, പുസ്തകം ബാഗിലാണ്. പുസ്തകം ബാഗിലാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഇൻദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ അടുത്ത് ഒരു മൊബൈലുണ്ട്. ഇൻദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ അടുത്ത് ഒരു മൊബൈലുണ്ട്. ജവ്വാൽ മൊബൈൽ, വാഹിദ് ഒന്ന്, ജവ്വാലുൻ വാഹിദ് ഒരു മൊബൈൽ. ഇൻദി എൻ്റെ അടുത്തുണ്ട്. ഇൻദി ജവ്വാലുൻ വാഹിദ്, എൻ്റെ അടുത്ത് ഒരു മൊബൈലുണ്ട്. ഇൻദി ഖലമാനി ഇത്നാനി, എൻ്റെ അടുത്ത് 2 പേനയുണ്ട്. എൻ്റെ അടുത്ത് 2 പേനയുണ്ട്. ഇൻദി സലാസത്തു കുതുബിൻ, എൻ്റെ അടുത്ത് 3 പുസ്തകങ്ങളുണ്ട്. എൻ്റെ അടുത്ത് 3 പുസ്തകങ്ങളുണ്ട്. വലി അർബഅതു അസ്തിഖാ, എനിക്ക് 4 കൂട്ടുകാരുകളുണ്ട്. എനിക്ക് 4 കൂട്ടുകാരുകളുണ്ട്. എനിക്ക് 4 കൂട്ടുകാരുണ്ട്. ഫി മദ്റസതി 5 അസാത്തിദ, എൻ്റെ മദ്രസയിൽ 5 അധ്യാപകരുണ്ട്. എൻ്റെ മദ്രസയിൽ 5 അധ്യാപകരുണ്ട്. അടുത്ത ഭാഗം നോക്കാം. ഇൻദി സിത്തത്തു അഖ്ലാം, എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. ഫി സൊഫി സബ്അത്തു ഔലാദ്, എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്. ഫീഹി സമാനിയത്തു കറാസ്, അതിൽ 8 കസേരകളുണ്ട്. അതിൽ 8 കസേരകളുണ്ട്. വലി മദ്റസതി 9 അബ്വാബ്, എൻ്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. എൻ്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. വലഹ 10 ശബാബീക്, അതിന് 10 ജനലുകളുണ്ട്. അതിന് 10 ജനലുകളുണ്ട്. അടുത്ത ഭാഗം നഖ്റഉ, നമുക്ക് വായിക്കാം എന്നതാണ്. അന ഞാൻ, അന ഞാൻ. അൻത നീ, അൻത നീ. അന്തി നീ. ഹാദ ഇത്, ഹാദിഹി ഇത്. ഫി ഇൽ എന്നർത്ഥം വരുന്നതാണ്. ഫിത്താവില മേശയിൽ, ഫിസ്സമായി ആകാശത്തിൽ, ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അല മേൽ, അലത്താവിലത്തി മേശയുടെ മേൽ, അലഷജറത്തി മരത്തിന്മേൽ എന്നുപയോഗിക്കുന്നതാണ്. ദാലിക അത്, തിൽക്ക അത്, മാ എന്ത്, മൻ ആര്, ഐന എവിടെ, അബീ എൻ്റെ പിതാവ്, കലമീ എൻ്റെ പേന, എൻ്റെ പേന. നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്ത് എഴുതുക. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഹാദിഹി ബഖറത്തുൻ, ഇവിടെ ബഖറത്തുൻ എന്നതുകൊണ്ട് ഹാദിഹി എന്ന് നൽകി. ഹാദിഹി ബഖറത്തുൻ, ഇത് പശുവാണ്. നമുക്ക് നോക്കാം. സ്വദീഖി എന്നതിന് ഹാദയാണ് കൊടുക്കേണ്ടത്. ഹാദ സ്വദീഖി, ഇത് എൻ്റെ കൂട്ടുകാരനാണ്. ദജാജത്തുൻ, ഹാദിഹി ദജാജത്തുൻ, തിൽക്ക ദജാജത്തുൻ. ഇവിടെ തിൽക്കാവും ദാലിക്കാണുള്ളത്, അപ്പോൾ തിൽക്ക എന്ന് നൽകണം.
തിൽക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അടുത്ത ദാരിസത്തുൻ, അൻതി എന്നാണ് കൊടുക്കേണ്ടത്, അൻതി ദാരിസത്തുൻ. അടുത്ത ദാരിസുൻ, അന ദാരിസുൻ എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ഭാഗം നോക്കാം. നസിലു യാ വനക്തുബു കമാഫിൽ മിസാൽ. ഇവിടെയുള്ള ഉദാഹരണങ്ങളിൽ നൽകിയതുപോലെ യാ ചേർത്ത് എഴുതുക. ഹാദ അബുൻ, യാ ചേർത്ത് കൊടുക്കുമ്പോൾ ഹാദ അബി, ഹാദ അബുൻ ഇത് പിതാവാണ്, ഹാദ അബി ഇത് എൻ്റെ പിതാവാണ്, ഹാദിഹി ഉമ്മുൻ ഇത് ഉമ്മയാണ്, ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ്, ദാലിക കിതാബുൻ ഇത് പുസ്തകമാണ്, ദാലിക കിതാബി അത് എൻ്റെ പുസ്തകമാണ്. 4 തിൽക ഹിറത്തുൻ അത് പൂച്ചയാണ്, തിൽക ഹിറത്തി അത് എൻ്റെ പൂച്ചയാണ്, ഹിയ ഉഖ്തുൻ അവൾ സഹോദരിയാണ്, ഹിയ ഉഖ്തി അവൾ എൻ്റെ സഹോദരിയാണ്. 6 ഹുവ സദീഖുൻ അവൻ കൂട്ടുകാരനാണ്, ഹുവ സദീഖി അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. നഉദ്ദു അല്ലഷിയ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ നൽകിയതുപോലെ അക്ഷരത്തിലും അതേപോലെ എണ്ണത്തിലും ഇതിൻ്റെ എണ്ണം എഴുതുക. ഇവിടെ അല്ലഷിയ ഓരോ വസ്തുക്കളും എത്ര എണ്ണമുണ്ട് എന്ന് നോക്കാം. 3 സലാസത്തുൻ എന്നാണ് അതിനെ അക്ഷരത്തിൽ പറയേണ്ടത്. അടുത്തത് 8 അറബിയിൽ പറയൽ സമാനിയത്തുൻ. അടുത്തത് 4 അർബഅത്തുൻ. അടുത്തത് 9 തിസ്അത്തുൻ. അടുത്ത 10 അശറത്തുൻ. നമുക്ക് ചില ഭാഗം നോക്കാം. നസ്അലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. ഐനൽ ഹിറത്തു പൂച്ച എവിടെ? ഹിറത്തിന് ഇവിടെ ഐന എന്നാണ് നൽകേണ്ടത്. ഐനൽ ഹിറത്തു പൂച്ച എവിടെ? അടുത്ത ഹാദ അതിന് ചേർക്കേണ്ടത് മൻ, മൻ ഹാദ ഇതാരാണ്? അടുത്തത് ദാലിക മാ ചേർക്കണം, മാ ദാലിക അതെന്താണ്, മാ ദാലിക അതെന്താണ്. അടുത്തത് ഹാദിഹി എന്നതിന് മൻ ചേർക്കണം, മൻ ഹാദിഹി അത് ഇത് ആരാണ്, മൻ ഹാദിഹി ഇത് ആരാണ്, മൻ ഹാദ ഇതാരാണ്, മൻ ഹാദിഹി ഇതാരാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നഖ്റഉ മിനൽ ഖുർആനി വനുലാഹിദു അൽ കലിമാത്ത് അൽ മുനവ്വന. ഇവിടെ കളർ നൽകപ്പെട്ട പദങ്ങളെ നമുക്ക് വായിക്കാം. വ അന മിനൽ മുസ്ലിമീൻ അന ഞാൻ, അൻതൽ അലീമുൽ ഹക്കീം അൻത നീ, ഹാദ ബയാനുൽ ലിന്നാസ് ഹാദ ഇത്, ഐന ശുറകാഉകും ഐന എവിടെ, വലാ തഖറബ ഹാദിഹി ഷജറ ഹാദിഹി ഇത്, വഅലൈഹാ വഅലൽ ഫുൽക്കി അലാ മേൽ എന്നർത്ഥമാണ്. മൻ ദല്ലദീ യശ്ഫഉ മൻ ആരാണ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ദാലിക അത്, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ ഇവിടെ മാ എന്താണ്. ഇതിനടുത്ത ഭാഗം നമുക്ക് ഹയ്യാ നൻസഖ് അൽ കലിമാത്ത്. ഇവിടെയുള്ള പദങ്ങളെ നമുക്ക് കോപ്പിയായി എഴുതാനുള്ളതാണ്. അതിൻ്റെ താഴെയുള്ള പദങ്ങൾ താഴെയുള്ള സ്ഥലങ്ങളിൽ എഴുതി നമ്മുടെ അക്ഷരങ്ങൾ വൃത്തിയാക്കുക എന്നതാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അദ്ദർസു സാനി രണ്ടാമത്തെ പാഠം. 3ാം ക്ലാസ്സിലെ 2ാം പാഠം ലിസാനുൽ ഖുർആൻ ഇലൽ മസ്ജിദ് എന്നാണ്. ലിസാനുൽ ഖുർആനിലെ 3ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ പാഠം ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്, ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗം നോക്കാം.
ഇവിടെ ചില വാചകങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നമുക്കതിങ്ങനെ വായിക്കാം. യസ്മഉ മാജിദുൻ അൽ അദാന. മാജിദ് ബാങ്ക് കേൾക്കുന്നു. വയദ്ഹബു ഇലൽ മസ്ജിദി. അവൻ പള്ളിയിലേക്ക് പോകുന്നു. മഅ അബീഹി. അവൻ്റെ പിതാവിൻ്റെ കൂടെ. ഇവിടെ യസ്മഉ എന്നതിനർത്ഥം കേൾക്കുന്നു അല്ലെങ്കിൽ കേൾക്കും. യദ്ഹബു പോകുന്നു, പോകും. ഈ രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്നതാണ്. അതായത് വർത്തമാന കാലക്രിയക്ക് ഉപയോഗിക്കുന്ന ഒരു പദം കൂടിയാണ്. അതുപോലെ ഭാവികാല ക്രിയക്ക് ഉപയോഗിക്കുന്ന പദം കൂടിയാണ്. രണ്ടിനും ഉപയോഗിക്കുന്ന ഒരേ പദമാണ് അറബിയിൽ മുലാരിയ എന്ന് പറയും. വയതവല്ലഉ. അവൻ വുളു ചെയ്യുന്നു. വയദ്ഖുലുൽ മസ്ജിദ. അവൻ പള്ളിയിൽ പ്രവേശിക്കുന്നു. യുസല്ലി സ്വലാത്ത സുബ്ഹി. അവൻ സുബ്ഹി നമസ്കാരം നിസ്കരിക്കുന്നു. മഅ അബീഹി. അവൻ്റെ പിതാവിൻ്റെ കൂടെ. ജമാഅത്തൻ. ജമാഅത്തായിട്ട് അഥവാ സംഘടിത ജമാഅത്ത്, സംഘടിത നിസ്കാരമായിട്ട് ഒന്നിച്ച് നിസ്കരിക്കുന്നു. വബഅദ സ്വലാത്തി വദ്ദിക്രി വദ്ദുആഇ. നിസ്കാരത്തിൻ്റെയും ദിക്റിൻ്റെയും ദുആഇൻ്റെയും ശേഷം യർജിഉ മാജിദുൻ. മാജിദ് മടങ്ങുന്നു ഇലൽ ബൈത്തി. വീട്ടിലേക്ക്. മഅ അബീഹി. അവൻ്റെ പിതാവിൻ്റെ കൂടെ. വൽ ഉമ്മു തന്തളിറു ബിശായി. ഉമ്മ ചായയുമായി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. യജ്ലിസു മാജിദുൻ. മാജിദ് ഇരിക്കുന്നു. വയഷ്റബു ഷായ. ചായയെ അവൻ കുടിക്കുന്നു. വയഖൂലു. എന്നിട്ടവൻ പറയുന്നു അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതിൽ കുറേ പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുലാരിയുടെ. യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, തന്തളിറു, യജ്ലിസു, യശ്റബു, യഖൂലു. ഇവകളൊക്കെ മുലാരിയായ ഫിഅലാണ്. നമുക്ക് നോക്കാം ആ ഫിഅലുകൾ ഏതെല്ലാമെന്ന്. നഖ്റഉ. നമുക്ക് വായിക്കാം. യസ്മഉ. അവൻ കേൾക്കുന്നു. യദ്ഹബു. അവൻ പോകുന്നു. യതവല്ലഉ. അവൻ വുളു ചെയ്യുന്നു. യദ്ഖുലു. അവൻ പ്രവേശിക്കുന്നു. യുസല്ലി. അവൻ നിസ്കരിക്കുന്നു. യഖൂലു. അവൻ പറയുന്നു. യർജിഉ. അവൻ മടങ്ങുന്നു. യജ്ലിസു. അവൻ ഇരിക്കുന്നു. തന്തളിറു. അവൾ പ്രതീക്ഷിക്കുന്നു. യശ്റബു. അവൻ കുടിക്കുന്നു. ഇതെല്ലാം വർത്തമാന കാലക്രിയയുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഭാവികാലക്രിയയുടെ അർത്ഥങ്ങൾ നോക്കുമ്പോൾ യസ്മഉ. അവൻ കേൾക്കും. യദ്ഹബു. അവൻ പോകും. യതവല്ലഉ. അവൻ വുളു ചെയ്യും. യദ്ഖുലു. അവൻ പ്രവേശിക്കും. യുസല്ലി. അവൻ നിസ്കരിക്കും. യഖൂലു. അവൻ പറയും. യർജിഉ. അവൻ മടങ്ങും. യജ്ലിസു. അവൻ ഇരിക്കും. തന്തളിറു. അവൾ പ്രതീക്ഷിക്കും. യശ്റബു. അവൻ കുടിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ കൂടി അതിനുണ്ട്. നമുക്ക് നഖ്റഉ വനഫ്ഹം. നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗളി. ബാസിം ഹൗലിൽ നിന്ന് വുളു ചെയ്യുന്നു. ബാസിം ഹൗലിൽ നിന്ന് വുളു ചെയ്യുന്നു. യസ്മഉ സാലിമുൻ അൽ അദാന. സാലിം ബാങ്ക് കേൾക്കുന്നു. സാലിം ബാങ്ക് കേൾക്കുന്നു. തഷ്റബു ഫാത്തിമത്തു അഷായ. ഫാത്തിമ ചായ കുടിക്കുന്നു. ഫാത്തിമ ചായ കുടിക്കുന്നു. തുസല്ലി മാജിദ സ്വലാത്തൽ അശ്രി. മാജിദ അസുർ നിസ്കാരം നിസ്കരിക്കുന്നു. മാജിദ അസുർ നിസ്കാരം നിസ്കരിക്കുന്നു. തന്തളിറുൽ ഉമ്മു ഫിൽ ബൈത്തി. ഉമ്മ വീട്ടിൽ
പ്രതീക്ഷിക്കുന്നു. ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. മാദാ യഫ്അലു മാജിദുൻ ഇഖ്തറിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസ്ബ സൂറ. ചിത്രം നോക്കി ആവശ്യമായ ഉത്തരങ്ങളെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക എന്നതാണ്. നമുക്ക് നോക്കാം. യതവല്ലഉ വുളൂ ചെയ്യുന്നു, യശ്റബു കുടിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഹബു പോകുന്നു. ചിത്രത്തിൽ നോക്കാം. നമുക്ക് ആദ്യത്തെ ചിത്രം പോകുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യദ്ഹബു മാജിദുൻ ഇൽ മദ്റസ. മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. രണ്ടാമത്തത് വുളൂ ചെയ്യുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ യതവല്ലഉ മാജിദുൻ മിന സുംബൂരി. രണ്ടാമത്തത് യതവല്ലഉ വുളൂ ചെയ്യുന്നു മാജിദുൻ മാജിദ് വുളൂ ചെയ്യുന്നു മിന സുംബൂരി ടാപ്പിൽ നിന്ന് വുളൂ ചെയ്യുന്ന ചിത്രമാണ്. സുംബൂർ ടാപ്പ് എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ചിത്രം നോക്കാം. യശ്റബു മാജിദുൻ അൽ മാഅ. മാജിദ് വെള്ളം കുടിക്കുന്നു. നാലാമത്തത് യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ. മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നുകമ്മിലു ബിൽ മുനാസിബി. യോജിച്ചവ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്ന് ഏത് പദമാണോ വേണ്ടത് ആ പദം എടുത്ത് നമ്മൾ പൂരിപ്പിക്കണം. നോക്കാം. ആദ്യത്തേത് അൽ വലതു ഇലൽ മദ്രസത്തി എന്നാണുള്ളത്. വലത് ആയതുകൊണ്ട് അവിടെ യദ്ഹബു എന്നാണ് വേണ്ടത്. ആൺകുട്ടിയായതുകൊണ്ട് യദ്ഹബു. അപ്പോൾ യദ്ഹബുൽ വലതു ഇലൽ മദ്രസത്തി. കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. രണ്ടാമത്തത് തതവല്ലഉൽ ബിന്തു മിനൽ ഹൗദി. ഇവിടെ ബിന്ത് എന്നായതുകൊണ്ടാണ് തതവല്ലഉ എന്ന് നമ്മൾ പറഞ്ഞത്. പെൺകുട്ടി ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു. തതവല്ലഉ അൽ ബിന്തു മിനൽ ഹൗദി. പെൺകുട്ടി ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുന്നു. അടുത്ത യർജിഉ ബാസിമുൻ ഇലൽ ബൈത്തി. ബാസിം ആയതുകൊണ്ടാണ് യർജിഉ എന്ന് പറഞ്ഞത്. ബാസിം വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത തദ്ഖുലുൽ ഉമ്മു അൽ ബൈത്ത. ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. ഇവിടെ ഉമ്മ് എന്നായതുകൊണ്ടാണ് തദ്ഖുലു എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. നുലാഹിലുൽ ഫിഅൽ മുളാരിയ വൽ ഫിഅൽ മാദിയ. മുളാരിയായ ഫീലിനെയും മാദിയായ ഫീലിനെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ കോളത്തിലുള്ളത് അൽ ഫിഅലുൽ മുളാരി. ഇടത് ഭാഗത്ത് നൽകിയിട്ടുള്ളത് അൽ ഫിഅലുൽ മാദിയായ ഫീൽ. യദ്ഹബു പോകുന്നു, ദഹബ പോയി. തദ്ഹബു പോകുന്നു, ദഹബത് അവൾ പോയി. യസ്മഉ കേൾക്കുന്നു, സമിഅ കേട്ടു. തസ്മഉ കേൾക്കുന്നു, സമിഅത്ത് അവൾ കേട്ടു. യുസല്ലി അവൻ നിസ്കരിക്കുന്നു, സ്വല്ല അവൻ നിസ്കരിച്ചു. തുസല്ലി അവൾ നിസ്കരിക്കുന്നു, സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു. യഖൂലു അവൻ പറയുന്നു, ഖാല അവൻ പറഞ്ഞു. ഇനി നമുക്ക് ചില ഭാഗം നോക്കാം. നക്തുബു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക. ഇവിടെ അൽ ഇബ്നു യദ്ഹബു മകൻ പോകുന്നു എന്നാണ് ഉള്ളത്. അതിനെ എഴുതേണ്ടത് യദ്ഹബുൽ ഇബ്നു മകൻ പോകുന്നു. അർത്ഥം ഒന്ന് തന്നെയാണ്, എഴുത്തിൻ്റെ രൂപം മാത്രം വ്യത്യാസമാക്കി എഴുതാനുള്ളതാണ്. അതേപോലെ താഴെ നോക്കാം. അൽ ബിന്തു തദ്ഹബുൽ ബിന്തു പെൺകുട്ടി പോകുന്നു. അൽ അബു യജിലിസുൽ അബു പിതാവ് ഇരിക്കുന്നു. അൽ ഉമ്മു
തജ്ലിസുൽ ഉമ്മു, ഉമ്മ ഇരിക്കുന്നു. എന്ന് നമുക്ക് ചില ഖുർആനിലുള്ള ആയത്തുകളിലുള്ള ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാനുള്ളതാണ്. നഖ്റഉ മിനൽ ഖുർആൻ വനക്തശിഫു മിൻഹു അൽ ഫിഅലൽ മുളാരിയ വനഖുത്തു തഹ്ത. ഇവിടെ കാണുന്ന ആയത്തുകളിൽ മുളാരിയായ ഫിഅൽ ഏതാണ് എന്ന് മനസ്സിലാക്കി അവിടെ അടിവര ഇടുക. നോക്കാം നമുക്ക്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇതിൽ യുകദ്ദിബു എന്നത് മുളാരിയായ ഫിഅലാണ്. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ എന്നുള്ളത് മുളാരിയായ ഫിഅലാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഇവിടെ യഹ്സബു എന്നത് മുളാരിയായ ഫിഅലാണ്. യൗമഇദി യസ്ദുറുന്നാസു, യസ്ദുറു എന്നത് മുളാരിയായ ഫിഅലാണ്. അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ, ഇവിടെ യഅലമു എന്നുള്ളത് മുളാരിയായ ഫിഅലാണ്. ജന്നാത്തുൻ തജ്രി, ഇവിടെ തജ്രി എന്നുള്ളത് മുളാരിയായ ഫിഅലാണ്. അടുത്തത് ഹയ്യാ നൻസഖ് അൽ ഫിഅൽ അൽ മുളാരി, മുളാരിയായ ഫിഅൽ നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാം. കോപ്പി രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗമാണ് താഴെ നൽകിയിട്ടുള്ളത്. എഴുത്തുകളൊക്കെ നന്നാക്കുകയും ചെയ്യുക. മൂന്നാമത്തെ പാഠം, ലിസാനുൽ ഖുർആനിൻ്റെ 3-ാം ക്ലാസ്സിലെ 3-ാമത്തെ പാഠം മജല്ലത്തുൻ ബിഖത്തിൽ യദി. മജല്ലത്തുൻ ബിഖത്തിൽ യദി, കയ്യെഴുത്ത് ഗ്രന്ഥം. ഇതാണ് പാഠത്തിൻ്റെ പേര്, കയ്യെഴുത്ത് ഗ്രന്ഥം. ഇതാണ് മജല്ലത്തുൻ ബിഖത്തിൽ യദി എന്നതിൻ്റെ അർത്ഥം. നമുക്കിതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അസ്തിഖായി, എൻ്റെ കൂട്ടുകാരാ. അന ജാബിർ, ഞാൻ ജാബിറാണ്. ഉഹിബ്ബുൽ ഖിറാഅ, വായന എനിക്ക് ഇഷ്ടമാണ്. ഉഹിബ്ബുൽ ഖിറാഅ, എനിക്ക് വായന ഇഷ്ടമാണ്. അല്യൗമ, ഇന്നത്തെ ദിവസം. നഹ്നു നുഇദ്ദു മഅൻ, നമുക്ക് ഒന്നിച്ച് തയ്യാറാക്കാം. മജല്ലത്തൻ മക്തൂബത്തൻ ബിഖത്തിൽ യദി, കയ്യെഴുത്ത് ഗ്രന്ഥം. മജല്ലത്തൻ ഗ്രന്ഥം, മക്തൂബത്തൻ എഴുതപ്പെട്ട ഗ്രന്ഥം, ബിഖത്തിൽ യദി കയ്യെഴുത്തായി. കയ്യെഴുത്തായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം നമുക്ക് ഒന്നിച്ച് ഒരുക്കാം അഥവാ തയ്യാറാക്കാം. അൻത യാസിറുൻ, നീ യാസിറാണ്. വ അൻതി ഫാത്തിമ, നീ ഫാത്തിമയാണ്. കിതാബത്തുകുമാ ജമീല, നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് വളരെ ഭംഗിയുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ഭംഗിയുള്ളതാണ്. അൻതുമാ തക്തുബാനി ഫിൽ വറഖ, നിങ്ങൾ രണ്ടുപേരും കടലാസിൽ എഴുതണം. നിങ്ങൾ രണ്ടുപേരും കടലാസിൽ എഴുതണം. യാ സാലിമു വ നബീലു വ നിഹാൽ, സാലിം, നബീൽ, നിഹാൽ എന്നവരെ. അൻതും തജ്മഊന അൽ അഖ്ലാമ വൽ അൽവാന, അൻതും നിങ്ങൾ, തജ്മഊന ഒരുമിച്ച് കൂട്ടണം, അൽ അഖ്ലാമ പേനകളെയും, വൽ അൽവാന നിറങ്ങളെയും. പേനകളെയും നിറങ്ങളെയും നിങ്ങളാണ് ഒരുമിച്ച് കൂട്ടേണ്ടത്. യാ ഹാദിയതു വ നൂറ വ റമീസ, ഹാദിയ, നൂറ, റമീസ എന്നിവർ. അൻതുന്ന നിങ്ങൾ, തുസമ്മിമുനൽ ഗിലാഫ നിങ്ങൾ കവർ തയ്യാറാക്കണം. തുസമ്മിമിന നിങ്ങൾ തയ്യാറാക്കണം. അൽ ഗിലാഫ കവർ, കവർ പേജ് നിങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ഹുവ റാഷിദുൻ അത് റാഷിദാണ്. വഹിയ സൈനബു അവൾ സൈനബാണ്. യുഹിബ്ബാനി അത്തൽവീന അവർ രണ്ടുപേരും നിറങ്ങളെ ഇഷ്ടപ്പെടുന്നു അഥവാ കളർ നൽകുന്നത് ഇഷ്ടപ്പെടുന്നു. ചിത്രം നൽകുന്നത്, കളർ നൽകുന്നത് ഇഷ്ടപ്പെടുന്നു. ഹുമാ യുലവ്വിനാനി അവർ രണ്ടുപേരും
നിറം നൽകട്ടെ അസ്സഫഹാത്ത പേജുകൾക്ക് കളർ അഥവാ ഡെക്കറേഷനായിട്ട് കളറ് നൽകട്ടെ. ഹുന തുല്ലാബുൻ അവിടെ ചില കുട്ടികളുണ്ട്. ഹും അവർ യഖ്തഊനൽ ഔറാഖ അവർ കടലാസുകൾ മുറിക്കട്ടെ. വഹുനാക ത്വാലിബാത്തുൻ അവിടെ കുറേ വിദ്യാർത്ഥിനികളുണ്ട്. ഹുന്ന യർസുംന സുവറ അവർ ചിത്രം വരക്കട്ടെ. യർസുംന അവർ വരക്കണം, അസുവറ ചിത്രങ്ങൾ. ഇതാണ് പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ചില പദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്തെല്ലാം പദങ്ങളാണ്? അന, നഹ്നു, അന്ത, അന്തി, അന്തുമ, അന്തും, അന്തുന്ന, ഹുവ, ഹിയ, ഹുമ, ഹും, ഹുന്ന. ഇതെല്ലാം ലമീറുകളാണ്. അന ഞാൻ, നഹ്നു ഞങ്ങൾ, അന്ത നീ, അന്തി നീ, അന്തും നിങ്ങൾ, അന്തുന്ന നിങ്ങൾ, ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ പല ആളുകൾ, ഹുന്ന അവർ പല സ്ത്രീകൾ. ഇങ്ങനെ അർത്ഥം വരുന്നതാണ് ലമീറുകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. അൻത യാസിർ നീ യാസിറാണ്. അൻത യാസിർ നീ യാസിറാണ്. അൻതുമാ തക്തുബാനി നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എഴുതും. അൻതും തജ്മഊന നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. അന്തി ഫാത്തിമ നീ ഫാത്തിമയാണ്. അന ജാബിർ ഞാൻ ജാബിറാണ്. നഹ്നു നൊയ്ദു നമുക്ക് തയ്യാറാക്കാം. ഹുവ റാഷിദുൻ അവൻ റാഷിദാണ്. ഹുമാ യുലവ്വിനാനി അവർ രണ്ടുപേരും കളർ നൽകുന്നു. ഹും യഖ്തഊന അവർ മുറിക്കുന്നു. ഹിയ സൈനബ് അവൾ സൈനബാണ്. ഹുന്ന യർസുംന അവർ വരക്കുന്നു. അൻതുന്ന തുസമ്മിംന നിങ്ങൾ തയ്യാറാക്കുന്നു. അൻതുന്ന തുസമ്മിംന നിങ്ങൾ തയ്യാറാക്കുന്നു. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. ഇവിടെ ഓരോ പദങ്ങളിലേക്കും ചേരുന്ന ലമീർ ഏതാണ് എന്ന് നോക്കി നമ്മൾ ചേർക്കുക. ബനാത്തുൻ നോക്കാം. ബനാത്തുൻ ഹുന്ന എന്നാണ് ഇതിന് ചേർക്കേണ്ടത്. ബനാത്തുൻ ഹുന്ന. ബിന്തുൻ ഹിയ ബിന്തുൻ ഹിയ. തക്തുബാനി ഹുമാ തക്തുബാനി ഹുമാ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഹുവ യാസിറുൻ ഹുവ യാസിറുൻ. ഹുമാ ബിന്താനി ഹുമാ ബിന്താനി. ഹും അബ്നാഉൻ ഹും അബ്നാഉൻ. അതിനടുത്ത് നക്തഷിഫുൽ ലമാഇറ വനക്തുബുഹ കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ലമീറുകളെ എടുത്തെഴുതാനുള്ളതാണ്. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിലുള്ള ലമീർ അന എന്നാണ്. അതേപോലെ നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ലമീർ നഹ്നു എന്നതാണ്. തക്തുബാനി അവർ രണ്ടുപേരും എഴുതുന്നു. അവിടെ അൻതുമ എന്നതാണ്. തജ്മഊന അവർ ഒരുമിച്ച് കൂട്ടുന്നു. അൻതും എന്നതാണ് ലമീർ. തുസമ്മിമിന അവർ തയ്യാറാക്കുന്നു. അൻതുന്ന എന്നാണ് ലമീർ. യുലവ്വിനാനി അവർ രണ്ടുപേരും നിറം നൽകുന്നു. ഹുമ എന്നതാണ് ലമീർ. യഖ്തഊന അവർ മുറിക്കുന്നു. ഇവിടെയുള്ള ലമീർ ഹും എന്നാണ്. യർസുംന അവർ വരക്കുന്നു. അവിടെയുള്ള ലമീർ ഹുന്ന എന്നതാണ്.
ഇനി അടുത്ത ഭാഗം നഖ്താറു ഒനുകമ്മിലു, നമുക്ക് തിരഞ്ഞെടുക്കാം, പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെ ഓരോന്നിനും ആവശ്യമായത് ബ്രാക്കറ്റിൽ നിന്നെടുത്ത് എഴുതുക. നമുക്ക് നോക്കാം. യാ സാലിം, സാലിമേ, അന്ത സ്വദീഖി, നീ എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ സാലിം എന്ന് വന്നതുകൊണ്ടാണ് അന്ത എന്ന് വന്നത്. രണ്ടാമത്തത് യാ ഫാത്തിമ അന്തി നാജിഹ, ഫാത്തിമ നീ രക്ഷപ്പെട്ടവളാണ്. 3 യാ അബ്ന, കുട്ടികളെ, അൻതും ലായിബൂൻ, നിങ്ങൾ കളിക്കുകയാണ്. 4 ജവാദുൻ ഹുവ ഉസ്താദി, ജവാദ് അദ്ദേഹം എൻ്റെ ഉസ്താദാണ്. ഫാത്തിമത്തു ഹിയ ഉഖ്തി, ഫാത്തിമ അവൾ എൻ്റെ സഹോദരിയാണ്. യബ്നു വയബിന്ത്, ഓ മകനെ, മകളെ, അൻതുമാ തലാബാനി, നിങ്ങൾ രണ്ടുപേരും കളിക്കുകയാണ്. 7 അൽ മുസ്ലിമൂന ഹും യദ്ഹബൂന ഇല മക്ക, മുസ്ലിംകൾ അവർ മക്കയിലേക്ക് പോകുന്നു. 8 അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാം എൻ്റെ ദീനാണ്. അടുത്ത ഭാഗം നുലാഹിദു അൽ മുഫ്രദ വൽ ജംഅ, ഇവിടെ മുഫ്രദിനെയും ജമ്മിനെയും നമുക്ക് മനസ്സിലാക്കാം. സദീഖുൻ കൂട്ടുകാരൻ, അസ്തിഖാ കൂട്ടുകാർ. അടുത്ത കലമുൻ പേന, അഖ്ലാമുൻ പേനകൾ. ലൗനുൻ നിറം, അൽവാനുൻ നിറങ്ങൾ. ത്വാലിബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വറഖുൻ കടലാസ് പേപ്പർ. ഔറാഖ് കടലാസുകൾ പേപ്പേഴ്സ്. ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൂറത്തുൻ രൂപം, ചിത്രം, സുവർ ചിത്രങ്ങൾ. അന്ത നീ, അന്തും നിങ്ങൾ. അന്തി നീ, അന്തുന്ന നിങ്ങൾ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഹുവ അവൻ, ഹും അവർ. ഹിയ അവൾ, ഹുന്ന അവർ. അടുത്ത ഭാഗം നുലാഹിദു അല്ലമാഇറൽ മുൻഫസിലത്ത, മുൻഫസിലായ ലമീറുകളെ നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നുക്കമ്മിലു ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾക്ക് മുൻഫസിലായ ലമീറുകളെ ചേർത്ത് പൂരിപ്പിക്കാം. ഹാദ ഇബ്നുൻ, ഇത് കുട്ടിയാണ്. ഹുവ ദാരിസുൻ, അവൻ പഠിക്കുന്നവനാണ്. ഹാദാനി ഇബ്നാനി, ഇത് 2 കുട്ടികൾ. ഹുമാ ദാരിസാനി, അവർ 2 പേരും പഠിക്കുന്നവരാണ്. ഹാ ഉലാഇ അബ്നാഉൻ ഹും ദാരിസൂന, അവർ കുട്ടികളാണ്. ഹും ദാരിസൂന, അവർ പഠിക്കുന്നവരാണ്. ഹാദിഹി ബിന്തുൻ, ഇത് പെൺകുട്ടിയാണ്. ഹിയ ദാരിസത്തുൻ, അവൾ പഠിക്കുന്നവളാണ്. ഹാത്താനി ബിന്താനി, ഇവർ 2 പേർ പെൺകുട്ടികളാണ്. ഹുമാ ദാരിസത്താനി, അവർ 2 പേരും പഠിക്കുന്നവരാണ്. ഹാ ഉലാഇ ബനാത്തുൻ, അത് പെൺകുട്ടികളാണ്. ഹുന്ന ദാരിസാത്തുൻ, അവർ പഠിക്കുന്നവരാണ്. ഇതെല്ലാം ലമീറുകളെ നമ്മൾ ചേർത്ത് എഴുതാനുള്ളതാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നുക്കമ്മിലുൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ മുൻഫസിലായ ലമീറുകളെ പരിചയപ്പെട്ടിരുന്നു. ആ ലമീറുകളെ വിട്ട ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കാനുള്ളതാണ്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. ഹുവ ഹുമാ ഹും,
ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന, അന നഹ്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം നുക്കമ്മിലു ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് മുൻഫസിലായ ലമീറുകളെ ചേർത്ത് പൂരിപ്പിക്കാം. യബ്നു അൻത ദാരിസ്, ഓ കുട്ടി നീ പഠിക്കുന്നവനാണ്. ഓ കുട്ടി നീ പഠിക്കുന്നവനാണ്. യാ ഇബ്നാനി ദാരിസാനി, ഓ രണ്ട് കുട്ടികളെ നിങ്ങൾ രണ്ടുപേരും പഠിക്കുന്നവരാണ്. യാ അബ്നാഉ അൻതും ദാരിസൂന, ഓ കുട്ടികളെ നിങ്ങൾ പഠിക്കുന്നവരാണ്. യാ ബിന്തു, ഓ പെൺകുട്ടി അന്തി ദാരിസ, നീ പഠിക്കുന്നവളാണ്. യാ ബിന്താനി, ഓ രണ്ട് പെൺകുട്ടികളെ അൻതുമാ ദാരിസത്താനി, നിങ്ങൾ രണ്ടുപേരും പഠിക്കുന്നവരാണ്. യാ ബനാത്തു അൻതുന്ന ദാരിസാത്തുൻ, ഓ പെൺകുട്ടികളെ നിങ്ങൾ പഠിക്കുന്നവരാണ്. അന ഇബ്നുൻ, ഞാൻ കുട്ടിയാണ്. അൻത ദാരിസുൻ, നീ പഠിക്കുന്നവനാണ്. ഇവിടെ അന എന്നും കൂടി പറയാം. അന ഇബ്നുൻ, ഞാൻ കുട്ടിയാണ്. അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ് എന്നും കൂടി പറയാം. അന ബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്. അന്തി ദാരിസ, നീ പഠിക്കുന്നവളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയും പറയാം. അന ബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്. അന ദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. നഹ്നു അബ്നാഉൻ, ഞങ്ങൾ ആൺകുട്ടികളാണ്. അൻതും ദാരിസൂന, നിങ്ങൾ പഠിക്കുന്നവരാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയും പറയാം. നഹ്നു അബ്നാഉൻ, ഞങ്ങൾ ആൺകുട്ടികളാണ്. നഹ്നു ദാരിസൂന, ഞങ്ങൾ പഠിക്കുന്നവരാണ് എന്നും പറയാം. നഹ്നു ബനാത്തുൻ, ഞങ്ങൾ പെൺകുട്ടികളാണ്. അൻതുന്ന ദാരിസാത്ത്, നിങ്ങൾ പഠിക്കുന്നവരാണ്. ഇവിടെയും നഹ്നു എന്ന് തന്നെ ചേർത്ത് പറയാം. നഹ്നു ബനാത്തുൻ, നഹ്നു ദാരിസാത്തുൻ, ഞങ്ങൾ പെൺകുട്ടികളാണ്, ഞങ്ങൾ പഠിക്കുന്നവരാണ്. ലമീറിനെ തന്നെ ചേർത്ത് നമുക്ക് ഇവിടെയും പറയാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഖുർആനിലുള്ള ചില ആയത്തുകളാണ്. ഈ ആയത്തുകളിലുള്ള ലമീറുകളെ നമുക്കൊന്ന് നോക്കാം. വ അന തവ്വാബുർ റഹീം, ഇവിടെ അന ഞാൻ എന്നർത്ഥം വരുന്ന അന എന്ന് നമുക്ക് കാണാം. ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇവിടെ നഹ്നു ഞങ്ങൾ എന്നർത്ഥം വരുന്ന ലമീർ കാണാം. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവിടെ ഹും അവർ എന്ന അർത്ഥത്തിലുള്ള ലമീർ. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, ഇവിടെ അൻത നീ എന്നർത്ഥം വരുന്ന ലമീർ. അടുത്ത ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവ എന്ന അർത്ഥം വരുന്ന ലമീർ. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുൻ, ഇവിടെ ഹുന്ന എന്നുള്ളതും അൻതും എന്നുള്ളതും ഒക്കെ ലമീറാണ്. അൻതും നിങ്ങൾ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസു റാബിഉ ഫിക്റത്തുൻ റായിഅ, മനോഹരമായ ചിന്ത. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൊരു ചിത്രം കാണാം. ഈ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയം. നമുക്ക് നോക്കാം. ഒരു സംഭാഷണമാണ്. സാലിമുൻ വ ഷാക്കിറുൻ അഖവാനി, സാലിമും ഷാക്കിറും സഹോദരങ്ങളാണ്. ഹുമ യതഹാദസാനി, അവർ പരസ്പരം വർത്തമാനങ്ങൾ പറയുകയാണ്, സംസാരിക്കുകയാണ്. ഷാക്കിർ ചോദിച്ചു, മാതാ നഫഅലുൽ യൗം, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? സാലിം, നൽഅബു ബികുറത്തിൽ ഖദമി, നമുക്ക് കാൽപന്ത് കളിക്കാം. മാ റഅയുക, എന്താണ് നിൻ്റെ അഭിപ്രായം? ഷാക്കിർ പറഞ്ഞു, നഅം, അതെ നമുക്ക് കളിക്കാം. ലാക്കിൻ ഐനൽ ഖുറത്തു,
എവിടെയാണ് പന്ത്? സാലിം. അപ്പോൾ സാലിം ചോദിച്ചു, ലാ അദ്രി മാതാ സനഫാലു. ലാ അദ്രി, എനിക്കതറിയില്ല. ലാ അദ്രി, എനിക്ക് അറിയില്ല. മാതാ സനഫാലു, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഷാക്കിർ. അപ്പോൾ ഷാക്കിർ പറഞ്ഞു, ഹൽ തുഹിബ്ബു ലുഅബത്തൻ അലൽ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഗെയിം നിനക്ക് ഇഷ്ടമാണോ? ഇൻ്റർനെറ്റിലൂടെയുള്ള കളി നിനക്ക് ഇഷ്ടമാണോ? അപ്പോൾ സാലിം പറഞ്ഞു, ല ല ഉഹിബ്ബുഹ, ഇല്ല, എനിക്ക് അതിനോട് ഇഷ്ടമില്ല. ഷാക്കിറുൻ. അപ്പോൾ ഷാക്കിർ ചോദിച്ചു, ഹൽ തുഹിബ്ബു ഇത്ആമ തുയൂർ. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിനക്കിഷ്ടമാണോ? പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? സാലിം. അപ്പോൾ സാലിം പറഞ്ഞു, നഅം നഅം, അതെ, എനിക്ക് ഇഷ്ടമാണ്. ആദിഹി ഫിക്റത്തുൻ റായിഅ, ഇത് മനോഹരമായ ഒരു ചിന്തയാണ്. ആദിഹി ഫിക്റത്തുൻ റായിഅ, ഇത് മനോഹരമായ ഒരു ചിന്തയാണ്. കൈഫ നുതഇം, എങ്ങനെ നമുക്ക് ഭക്ഷണം കൊടുക്കാം? ഷാക്കിർ. അപ്പോൾ ഷാക്കിർ പറഞ്ഞു, നൻഷുറു അർറുസ അലല്ലർ. ഭൂമിയുടെ മേൽ നമുക്ക് നെല്ലിനെ വിതരണം. ഭൂമിയിൽ നെല്ല് വിതരണം. ഫതഅതി അത്തുയൂർ, അപ്പോൾ പക്ഷികൾ വരും. സാലിം. അപ്പോൾ സാലിം ചോദിച്ചു, മയ്യഅതി ബിറുസി, ആരാണ് നെല്ല് കൊണ്ടുവരുന്നത്? ഷാക്കിർ. അപ്പോൾ ഷാക്കിർ പറഞ്ഞു, ഹയ്യ നഅതി ബിഹി മഅൻ വനുതഇമുഹ, നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാം, ഒന്നിച്ച് ഭക്ഷിപ്പിക്കാം. ഇവിടെ നോക്കൂ, നഖ്റഉ, നമുക്ക് വായിക്കാം. ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ചില ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാ, എന്താണ്? മാ, എന്താണ്? നഅം, അതെ. ഐന, എവിടെ? ലാ, ഇല്ല. ഹൽ, ആണോ? കൈഫ, എങ്ങനെ? മൻ, ആരാണ്? ഇതെല്ലാം ഒരു ചോദ്യ ചിഹ്നമായി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരമായി പറയാൻ ഉപയോഗിക്കുന്നതുമായ ചില കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. നസ്അലു വനുജീബു ജവാബൻ ആഖറ കമാഫിൽ മിസാൽ. ഇവിടെ ചോദ്യവും നൽകിയിട്ടുണ്ട്, ഉത്തരവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു ഉത്തരത്തിന് പുറമെ വേറൊരു ഉത്തരവും കൂടി നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? ഇസ്മി സഫ്വാൻ, എൻ്റെ പേര് സഫ്വാൻ എന്നാണ്. വേറൊരു ഉത്തരം കൂടി പറയാം. ഇസ്മി ആദിൽ, എൻ്റെ പേര് ആദിൽ എന്നാണ്. മാതാ ഫി യദിക, നിൻ്റെ കയ്യിൽ എന്താണ്? ഫി യദീ കിതാബി, എൻ്റെ കയ്യിൽ പുസ്തകമാണ്. ഫി യദീ ഖലമുൻ, എൻ്റെ കയ്യിൽ പേനയാണ്. ചോദ്യം 3, ഐന മദ്രസത്തുക്കി, നിൻ്റെ മദ്രസ എവിടെയാണ്? മദ്രസത്തി ഫിൽ മദീന, എൻ്റെ മദ്രസ പട്ടണത്തിലാണ്. വേറൊരു ഉത്തരം നൽകാം. മദ്രസത്തി ഫിൽ മൈദാൻ, എൻ്റെ മദ്രസ ഈ ഗ്രൗണ്ടിലാണ്. അടുത്ത ചോദ്യം, ഹൽ തുഹിബ്ബുൽ ഖിറാ, വായന നിനക്ക് ഇഷ്ടമാണോ? നഅം ഉഹിബ്ബുൽ ഖിറാ, അതെ, എനിക്ക് വായന ഇഷ്ടമാണ്. വേറൊരു ഉദാഹരണം നൽകാം. നഅം ഉഹിബ്ബു ദർസ, അതെ, എനിക്ക് പാഠം ഇഷ്ടമാണ്. മറ്റൊരു ചോദ്യം, ഹൽ ഇൻദക ദറാജ, നിൻ്റെ അടുത്ത് കോഴിയുണ്ടോ? ഹൽ ഹിന്ദക ദറാജത്തുൻ, സൈക്കിളുണ്ടോ? ദറാജത്തുൻ, സൈക്കിൾ. ഹൽ ഇൻദക ദറാജത്തുൻ, നിൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ? ല ലൈസ ഇന്ദി ദറാജ, എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല, എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. മറ്റൊരു ഉദാഹരണമാണ് ലാ ലൈസ ഇന്ദി സയ്യാറ, എൻ്റെ അടുത്ത് കാറ് ഇല്ല. അല്ലെങ്കിൽ ഇവിടെ നഅം ഇന്ദി ദറാജ, അതെ, എനിക്ക് കാറുണ്ട് എന്നും കൂടി പറയാം. മറ്റൊരു ചോദ്യമാണ് കൈഫ ഹാലുക്ക്, നിൻ്റെ അവസ്ഥ എന്താണ്? ഉത്തരം
അൽഹംദുലില്ലാഹി അന ബിഖൈർ, അള്ളാഹുവിനാണ് സ്തുതി, ഞാൻ നല്ല നിലയിലാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. അൽഹംദുലില്ലാ അന ബിഫറഹ്, ഞാൻ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ. മറ്റൊരു ചോദ്യമാണ് മൻ മഅക, നിൻ്റെ കൂടെ ആരാണ്? മൻ മഅക, നിൻ്റെ കൂടെ ആരാണ്? ഉത്തരം മഈ അഖി അൽ കബീർ, എൻ്റെ കൂടെ എൻ്റെ വലിയ സഹോദരനാണ്. എൻ്റെ കൂടെ വലിയ സഹോദരനാണ്. മറ്റൊരു ഉദാഹരണം മഈ അഖി അസ്സഗീർ, എൻ്റെ കൂടെ ചെറിയ സഹോദരനാണ്. എൻ്റെ കൂടെ ചെറിയ സഹോദരനാണ്. എൻ്റെ കൂടെ ചെറിയ സഹോദരനാണ്. ഇനി നമുക്ക് നോക്കാം. നഖ്താറു വനുക്കമ്മിലു, തിരഞ്ഞെടുക്കാം, പൂരിപ്പിക്കാം. ഇവിടെ ആവശ്യമായ ചോദ്യചിഹ്നം ഏതാണോ അതെടുത്ത് നമ്മൾ പൂർത്തിയാക്കണം. നോക്കാം. മൻ യൽ അബു ബിൽ ഖുറ, ഇവിടെ യൽ അബു ബിൽ ഖുറ എന്നുള്ളതിന് ആവശ്യമുള്ളത് മൻ എന്നാണ്. അപ്പോൾ മൻ യൽ അബു ബിൽ ഖുറ, പന്ത് കൊണ്ട് കളിക്കുന്നത് ആരാണ്? ഹൽ തുഹിബ്ബു സിബാഹ, ഇവിടെ തുഹിബ്ബു അസ്സിബാഹ എന്നുള്ളതിലേക്ക് ചേർക്കേണ്ട പദം എന്താണ് എന്നുള്ളതാണ്. ഇതിലേക്ക് ചേർക്കേണ്ടത് ഹൽ എന്നതാണ്. ഹൽ തുഹിബ്ബു അസ്സിബാഹ, നീ നീന്തുന്നത് ഇഷ്ടമാണോ? നീന്തൽ ഇഷ്ടമാണോ? മൂന്നാമത്തത് ഐന ബൈത്തുക, നിൻ്റെ വീട് എവിടെയാണ്? ഐന ബൈത്തുക, നിൻ്റെ വീട് എവിടെയാണ്? അടുത്ത ചോദ്യം മാദാ ഫിൽ ഹഖീബ, ബാഗിൽ എന്താണ്? മാദാ ഫിൽ ഹഖീബ, ബാഗിൽ എന്താണ്? അടുത്ത ചോദ്യം അഞ്ചാമത്തത് കൈഫ തദ്ഹബു ഇല സൂഖി, അങ്ങാടിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അങ്ങാടിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ആറാമത്തെ ചോദ്യം മസ്മു അബീക്ക, നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മസ്മു അബീക്ക, നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അടുത്ത ഭാഗം നസിലു ബിൽ മുനാസിബി കമാഫിൽ മിസാൽ, ഇവിടെ ഉദാഹരണത്തിലുള്ളതുപോലെ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. മാതാ തക്തുബു, നീ എന്താണ് എഴുതുന്നത്? മാതാ തക്തുബു, നീ എന്താണ് എഴുതുന്നത്? രണ്ടാമത്തത് മാ ഇസ്മുക മസ്മുക, നിൻ്റെ പേരെന്താണ്? മസ്മുക, നിൻ്റെ പേര് എന്താണ്? അടുത്ത കൈഫ, കൈഫ ഹാലുക്കി, നിൻ്റെ അവസ്ഥ എന്താണ്? കൈഫ ഹാലുക്കി, നിൻ്റെ അവസ്ഥ എന്താണ്? കൈഫ ഹാലുക്കി, നിൻ്റെ അവസ്ഥ എന്താണ്? ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്? ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? മൻ ഉസ്താദുക, നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? മൻ ഉസ്താദുക, നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? മൻ ഉസ്താദുക, നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? ഒന്നുകൂടി നോക്കാം. എന്നെ ചേർത്ത് എഴുതേണ്ട രൂപം മാതാ തക്തുബു, മസ്മുക, കൈഫ ഹാലുക്കി, ഐന ബൈത്തുക്കും, മൻ ഉസ്താദുക. ഇതാണ് ചേർത്ത് എഴുതേണ്ട രൂപം. അടുത്ത നമുക്ക് നോക്കാം. നസ്അലു നഖ്റഉ വ നസ്അലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് വായിക്കാം, ചോദിക്കാം. യഖ്റഉ സാലിമുൻ അൽ ഖുർആന, സാലിം ഖുർആൻ ഓതുന്നു. ഇതിനെ ചോദ്യമാക്കേണ്ടത് മൻ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നത് ആരാണ്? മൻ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നത് ആരാണ്? അടുത്ത ചോദ്യം നഅം സമയത്തുൽ അദാൻ, അതെ ഞാൻ ബാങ്ക് കേട്ടു. ഇതിനെ ചോദ്യമാക്കേണ്ടത് ഹൽ സമയത്തൽ അദാൻ, നീ ബാങ്ക് കേട്ടോ? ഹൽ സമയത്തൽ അദാൻ. അടുത്തത് ഹഖീബത്തി അലത്താവില, എൻ്റെ ബാഗ് മേശയുടെ മേലിലാണ്. അതിനെ ചോദ്യമുണ്ടാക്കൽ ഐന ഹഖീബത്തി, എൻ്റെ ബാഗ് എവിടെയാണ്?
അടുത്തത് യൽ അബു സാലിമും ബിൽ കുറത്തി, സാലിം പന്ത് കൊണ്ട് കളിക്കുന്നു. പിന്നെ ചോദ്യമുണ്ടാക്കേണ്ടത് മൻ യൽ അബു ബിൽ കുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നത് ആരാണ്? അടുത്തത് അൽഹംദുലില്ലാ അന ബി ഖൈർ, അള്ളാഹുവിനാണ് സ്തുതി, ഞാൻ വളരെ നല്ല നിലയിലാണ്. പിന്നെ ചോദ്യം ഉണ്ടാക്കൽ കൈഫ ഹാലുക, നിൻ്റെ അവസ്ഥ എന്താണ്? അടുത്തത് ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജ എന്നാണ്. ഇവിടെ ചോദ്യം ഉണ്ടാക്കേണ്ടത് മസ്മുക്കി, നിൻ്റെ പേരെന്താണ്? അടുത്തത് ലാ ലൈസ ഇൻദി ജവ്വാലുൻ, ഇല്ല എൻ്റെ അടുത്ത് മൊബൈൽ ഇല്ല. ഇവിടെ ചോദിക്കേണ്ടത് ഹൽ ഇൻദക ജവ്വാലുൻ, നിൻ്റെ അടുത്ത് മൊബൈലുണ്ടോ? നിൻ്റെ അടുത്ത് മൊബൈൽ ഉണ്ടോ? അടുത്ത ഭാഗം നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അദവാത്തിൽ ഇസ്തിഫാമി വനഖുത്തു തഹ്തഹു. ഇവിടെ താഴെ കൊടുത്ത ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് ഇസ്തിഫാം അഥവാ ചോദ്യങ്ങളായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ എടുത്തെഴുതുക. അതിൻ്റെ താഴെ അണ്ടർലൈൻ അഥവാ അടിവരയിടുക. വമാ അദ്റാക മൽ ഹുതമ, വമാ ഒന്ന്, മൽ ഹുതമയിലുള്ള മാ, ഇത് രണ്ടും എന്താണ്? ഇസ്തിഫാമിൻ്റെ അദാത്താണ്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഹൽ എന്നത് ഇവിടെ അണ്ടർലൈൻ ഇടുക. മൻ സല്ലദി യശ്ഫഉ ഇൻദഹു, മൻ അണ്ടർലൈൻ ഇടുക. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, മാദാ. ഐന ശുറകാഉകും, ഐന. കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ. ഇതുപോലെയാണ് നമ്മൾ ഇസ്തിഫാമിൻ്റെ അദാത്തുകളെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ കോപ്പി എഴുതാനുള്ള ഭാഗമാണ്. ഇസ്തിഫാമിൻ്റെ അദാത്തുകളായ ഭാഗങ്ങളെ നമ്മൾ അണ്ടർലൈൻ ഇടുക എന്നുള്ളതാണ്. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.